അതെങ്ങനെയാണ് ഈ വേർഡ് കിട്ടിയെന്നറിയില്ല. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ ആദ്യമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോവാണ്. ഇന്നിപ്പോൾ ആദ്യം അംഗൻവാടിയിലൊന്നും വിടുന്നില്ല. ഇന്ന് ഞങ്ങൾക്ക് വേറെ 1-2 പരിപാടികളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് ഉണ്ടാക്കുന്ന പരിപാടിയില്ല. കാരണം ഉച്ചക്ക് ഇന്ന് എല്ലാവർക്കും ഓരോ പരിപാടിക്ക് പോവുക. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ഇന്ന് ആരും ഉച്ചക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉച്ചക്കത്തേക്ക് ലഞ്ച് ഒന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരല്ല, വീഡിയോ കാണുന്ന ആൾക്കാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആയിട്ട് ടി വിയിൽ നെറ്റ് റീചാർജ് ചെയ്യാണ്ടിരിക്കണമായിരുന്നു. കാരണം അതും അംഗൻവാടിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ. അപ്പോൾ അതിന് വന്നു കഴിയുമ്പോഴേക്കും പിന്നെ അവൻ ഉച്ചക്കൊക്കെ പിന്നെ കിടന്നുറങ്ങും. പിന്നെ രാത്രി മാത്രമേ ടി വി അങ്ങനെ കാണുള്ളൂ. അപ്പോൾ മാക്സിമം ടി വി കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ടി വി അങ്ങനെ റീചാർജ് ചെയ്യണുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ടി വി എന്തായാലും റീചാർജ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ടി വിയിൽ ഇങ്ങനെ ഓരോ കാർട്ടൂണും അങ്ങനത്തെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണേ. ഇവൻ ടി വിയിൽ ഇങ്ങനെ പരിപാടികൾ കാണണേ. ഇവൻ ടി വിയിൽ പാലുമ്പ് കാണാന്ന് പറയുക. അതെങ്ങനെയാണ് ഈ വേർഡ് കിട്ടിയെന്നറിയില്ല. എന്തായാലും കാർട്ടൂൺസ് കാണണേ, അങ്ങനെ പരിപാടികളൊക്കെ എന്തെങ്കിലും കാണണേന് അവൻ പാലുമ്പ് കാണാന്നാണ് പറയുന്നത്. അപ്പം ഇന്നിപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള അതും ഇപ്പോൾ ടി വിയിൽ പാലുമ്പ് കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ കാർട്ടൂൺസും വീഡിയോസൊക്കെ കാണുന്നതിനാണ് അവൻ ഈ പാലുമ്പ് കാണാന്ന് പറയുന്നത്. അത് സന്തോഷയാ? ഇഷ്ടപ്പെട്ട? ടി വിയിൽ പാലുമ്പ് കാണണ. അപ്പൻ പുറത്തു പോയിട്ട് വന്നപ്പോഴത്തേനും ആദുന് ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അവല് നനച്ചത്, എള്ളുണ്ട, അതേപോലെ കപ്പലണ്ടി മിഠായി, അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇവന് ഓരോ സാധനങ്ങളും എടുത്തുകൊണ്ടിരിക്കണേ. ഏത് വേണം ഇപ്പം എടുക്ക് തിന്നാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അപ്പൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പനോട് തന്നെ പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പൻ്റെ കയ്യിലോട്ട് തന്നെ കൊടുത്തു. അപ്പം ഞാനപ്പോൾ ആ നേരത്തെ കുറച്ച് തുണി അലക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു, അത് കൊണ്ടിട്ടു. ഇപ്പോൾ ഈ ഒന്നരാട അലക്കണോണ്ട് അധികം തുണിയൊന്നുമില്ല. അല്ലാത്ത സമയത്ത് എനിക്ക് അലക്കാൻ സമയം കിട്ടാറില്ല. ഇതിപ്പോൾ ആ സമയം കണ്ടെത്തി എങ്ങനെയെങ്കിലൊക്കെ അലക്കും രാവിലെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തുണിയേ ഉണ്ടാവുള്ളൂ അലക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ ഞാനും അപ്പനും അതും കൂടിയാണ് പോകുന്നത്. ഈ ഡ്രസ്സ് സെബാൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് സെബാൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് ഇടുന്നത്. അതുവരെ ഇട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ആണെന്നാണെങ്കിൽ സെബാൻ്റെ അത്താഴൂണിൻ്റെ ഡ്രസ്സായിരുന്നു കേട്ടോ. അതൊരു ബ്ലൂ കളർ ഒരു കുർത്തയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് ഞങ്ങൾ 3 പേരും കൂടെ പോവാണ്. അപ്പോൾ അവിടെ മെയിൻ റോഡിൽ റോബർട്ടങ്കയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ അമ്മയും സുജിയും വേറൊരു പരിപാടിക്ക് വേണ്ടി പോയേക്കാണ്. അവർക്ക് വേറൊരു 30 ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മയും സുജിയും കൂടെ പോയേക്കാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ നഗറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. വെള്ളമൊക്കെ കുടിച്ച് ചിക്കൻ നഗറ്റ്സ് ഒക്കെ കഴിച്ച് അങ്ങനെ പിന്നെ അകത്തോട്ട് കയറിയത്. എനിക്കാണെങ്കിൽ ചിക്കൻ നഗറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു അകത്തോട്ട് കയറി. ഡിഷാണെങ്കിലും ആദ്യമേ ഞാൻ വെള്ളയപ്പത്തിൻ്റെ ഇതെടുത്ത് അത് മാത്രമേ കഴിച്ചുള്ളൂ. മറ്റേ ചോറിൻ്റെ സാധനം ഒന്നും എടുക്കാൻ വേണ്ടി ഞാൻ പോയില്ല. വെള്ളയപ്പൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. പിന്നെ ഡെസേർട്ടിനായിട്ട് ഐസ്ക്രീമിൻ്റെ കൂടെ പുഡിങ്ങും ഒരു ബ്ലൂബെറി പുഡിങ്ങും ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു ജിലേബിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പുഡിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് വന്ന് രാത്രിത്തേക്കുള്ളത് ആ മീൻ റെഡിയാക്കുകയാണ്. രാത്രിത്തേക്ക് ഉപ്പുമീൻ വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്ന് ഞാൻ വറുത്തതിൻ്റെ ബാക്കി ഉപ്പുമീൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അന്ന് 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബാക്കി ഉണ്ടായിരുന്നത് ഞാനും അമ്മയും കൂടെ മുറിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബെല്ലാണ് ഇത് മുറിക്കാനായിട്ട്. അല്ല ഇപ്പോഴത്തെ ഞാൻ നോക്കില്ല. ഇതെന്താ പശുവിനെ ഇറക്കണം. ഉപ്പുമീൻ അങ്ങനെ ഒരു കണക്കിന് അത് ചുട്ടിട്ട് പിന്നെ എങ്ങനെയെങ്കിലൊക്കെ തൊളിയൊക്കെ പൊളിച്ചൊക്കെ എടുത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ചട്ടിയിലിട്ട് ഇങ്ങനെ വറുത്തോണ്ടിരിക്കുകയാണ്. ഈ തുറകുപ്പമീൻ വറുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എണ്ണ വേണം. കുറേ നേരം ഇങ്ങനെ നമ്മൾ ചട്ടിയിലിട്ട് ഇങ്ങനെ വറുത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് ആവണ വരെ നമ്മളിങ്ങനെ ചട്ടിയിലിട്ട് അതിൻ്റെ എല്ലാ വെള്ളത്തിൻ്റെ ഇതൊക്കെ പോണ വരെ ഇങ്ങനെ വറുത്തോണ്ടേ ഇരിക്കണം. അതും വേണ്ടല്ല പപ്പ വന്നാ അതിൻ്റെ മേത്ത് കിടന്നപ്പോൾ അതും തിന്നാ പറഞ്ഞ ഇത് തള്ളങ്കുണിയല്ലെന്നാ. അച്ഛോ എന്താണ് അതും അങ്ങനെയൊക്കെ പറഞ്ഞ പപ്പല്ലേ? അതിന് മേത്തൊന്ന് കിടന്നപ്പോ പപ്പയോട് പറഞ്ഞത് തള്ളങ്കൊണിയല്ലെന്ന്. തണുക്കണ
ആദ്യം അന്നേരം ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും പപ്പ ഒന്ന് ജസ്റ്റ് ഒന്ന് പുന്നാരിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ കുറച്ച് നേരം പുന്നാരിപ്പിച്ചത് കഴിഞ്ഞ് പിന്നെ അപ്പുറത്തോട്ട് പോയിട്ടോ. കാരണം അതിന് ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ എൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിരിക്കുമല്ലോ. ഇവൻ എന്തായാലും കുറേ കഴിഞ്ഞിട്ടേക്ക് ഫുഡൊക്കെ കഴിക്കുള്ളൂ. ഉറങ്ങി എണീറ്റ് തന്നെ ലേറ്റ് ആയിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചു, ഉണക്കമീനൊക്കെ വറുത്ത് കൂട്ടി ഞാൻ ചോറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിന് ഫുഡ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ റോബർട്ടേങ്ങൻ്റെ എൻ്റെ ഫ്രണ്ട്സിനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിരുന്ന് 10-11 മണിയൊക്കെ കഴിഞ്ഞ് പോയപ്പോഴേക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.